നമസ്കാരം. മഹാഭാരതത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗന്ധർവന്മാരും ദുര്യോധനാദികളും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദുര്യോധനാദികൾ നോക്കി നിൽക്കെ കൗരവപ്പട തോറ്റു പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. രാജാങ്കനമാരെ ഗന്ധർവന്മാർ അധീനത്തിലാക്കി. ഗന്ധർവന്മാരിൽ നിന്ന് രക്ഷപ്പെട്ട കൗരവപ്പട കയ്യിൽ കിട്ടിയ സാധന സാമഗ്രികളുമായി എടുത്തുകൊണ്ട് പാണ്ഡവരെ അഭയം പ്രാപിച്ചു. ദുര്യോധനനെ മോചിപ്പിക്കണമെന്ന് മന്ത്രിമാർ യുധിഷ്ഠിരനോട് കേണപേക്ഷിച്ചു. ദുര്യോധനന്റെ മന്ത്രിമാർ ഇങ്ങനെ ദാരുണമായി ആശ്രയിച്ചപേക്ഷിക്കുന്നത് കണ്ട് ഭീമസേനൻ കോപാകുലനായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നതാണ് ഗന്ധർവന്മാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് കാട്ടിൽ വസിച്ച് ഒരു ഗതിയുമില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി ഇവിടെ വളരെ വിഷമത്തിൽ കഴിയുകയാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങളോട് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യാനാണ്? ദുര്യോധനൻ ഭാഗ്യം കൊണ്ട് സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങളെ കണ്ട് രസിക്കാനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീമസേന, അഭയം യാചിച്ചു വരുന്നവരെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കരുത്. ഇപ്പോ നമ്മൾ ദുര്യോധനെ രക്ഷിക്കുകയാണ് വേണ്ടത്. ഒരു കുടുംബത്തിലുള്ളവർ പരസ്പരം വഴക്കും പിണക്കവും എല്ലാം ഉണ്ടാകും. പക്ഷേ മറ്റുള്ളവർ ദ്രോഹിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഗന്ധർവന്മാർ ബലം പ്രയോഗിച്ച് ദുര്യോധനാദികളെ കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മുടെ കുലസ്ത്രീകളെയും അവർ അധീനത്തിലാക്കിയിരിക്കുന്നു. അത് നമ്മുടെ കുലത്തിന് തന്നെ അപമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അർജുനനും ഭീമസേനനും നകുല സഹദേവന്മാരും കൂടി ഗന്ധർവന്മാരെ അടുത്തു പോയി അവരുടെ അടുത്ത് നിന്ന് ദുര്യോധനാദികളെ മോചിപ്പിക്കണം. ആദ്യം സമവായം പറഞ്ഞു നോക്കണം. അത് കേട്ടില്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവരിൽ നിന്ന് ദുര്യോധനാദികളെയും രാജാങ്കനമാരെയും എല്ലാം മോചിപ്പിക്കണം. ഞാനിപ്പോൾ വരുമായിരുന്നു, പക്ഷേ ഇവിടെ ഒരു യാഗം നടക്കുന്നത് കൊണ്ട് മൂത്ത മകനായ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ സാധിക്കുകയില്ല. യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ കേട്ട് ഭീമസേനനും അർജുനനും എല്ലാം ഗന്ധർവന്മാരോട് ഏറ്റുമുട്ടുന്നതിന് വേണ്ടി പോയി. യുധിഷ്ഠിരന്റെ വാക്ക് കേട്ട് പാണ്ഡവർ 4 പേരും യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അർജുനൻ ഗന്ധർവന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സഹോദരനായ ദുര്യോധനെ വിട്ടയക്കുക. ഗന്ധർവന്മാർ പറഞ്ഞത്, ഞങ്ങളുടെ രാജാവായ ചിത്രസേനന്റെ വാക്കുകൾ മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ. അദ്ദേഹം ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്തു ദുര്യോധനാദികളെ ബന്ധനസ്ഥരാക്കി. ഇനിയും അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ദുര്യോധനാദികളെ വിട്ടുതരാൻ കഴിയുകയുള്ളൂ. ധർമ്മരാജാവായ യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ടാണ് ഞാൻ പറയുന്നത്. പരാക്രമശാലികളായ ധാർത്തരാഷ്ട്രന്മാരെ വിട്ടയക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വരും. ഗന്ധർവന്മാർ അർജുനന്റെ വാക്കുകളെ മാനിച്ചില്ല. അവർ യുദ്ധം തുടങ്ങി. അപ്പം അർജുനനെ സാധാരണഗതിയിൽ ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഗന്ധർവന്മാർ ദുര്യോധനാദികളെയും കൊണ്ട് ആകാശമാർഗ്ഗെ നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അവരുടെ ആകാശമാർഗത്തെ അർജുനൻ തടഞ്ഞു നിർത്തി. അപ്പോൾ ഗന്ധർവന്മാരുടെ രാജാവായ ചിത്രസേനൻ ഗദയുമായി അവിടേക്ക് വന്നു. ഗദയുമായി അടുത്തേക്ക് വരുന്ന ചിത്രസേനനെ അർജുനൻ അമ്പെയ്ത് ചിത്രസേനന്റെ ഗദയെ തകർത്തു കളഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അവർ തമ്മിൽ യുദ്ധമായി. വലിയ ദിവ്യാസ്ത്രങ്ങൾ അർജുനൻ പ്രയോഗിക്കാൻ തുടങ്ങി. അർജുനനെ ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ചിത്രസേനൻ അർജുനന്റെ മുമ്പിൽ കീഴടങ്ങി. എന്നിട്ട് അർജുനനോട് പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയുടെ സുഹൃത്താണ്. എനിക്ക് അങ്ങയുമായി യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമില്ല. എന്നാൽ ദുഷ്ടന്മാരായ ദുര്യോധനാദികളെ ഞങ്ങൾ മനഃപൂർവ്വം ബന്ധനസ്ഥരാക്കിയതാണ്. അത് ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ചിത്രസേന, നിങ്ങൾ എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ദുര്യോധനാദികളെ വിട്ടയക്കണം. ചിത്രസേനൻ അപ്രകാരം ദുര്യോധനാദികളെയും രാജാങ്കനമാരെയും എല്ലാം വിട്ടയച്ചു. അപ്പോൾ അർജുനൻ പറഞ്ഞു, അനുജ, സഹോദര, നീ ഇവരെല്ലാരുമായിട്ട്
നേരെ ഹസ്തിനപുരത്തിലേക്ക് മടങ്ങിപ്പൊയ്ക്കൊള്ളൂ. ദുര്യോധനൻ ലജ്ജയോടുകൂടി യുധിഷ്ഠിരന്റെ മുന്നിലെത്തി. തനിക്ക് പറ്റിയ അപമാനത്താൽ നീറി പുകഞ്ഞ മരിക്കണമെന്ന് വരെ ദുര്യോധനന് തോന്നിപ്പോയി. കാരണം പാണ്ഡവരുടെ കഷ്ടങ്ങൾ കണ്ട് സന്തോഷിക്കാൻ വന്നവരാണ്. പാണ്ഡവരുടെ സഹായത്തോടു കൂടി ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നത്. അതുകൊണ്ട് ദുര്യോധനന് ഒട്ടും സഹിക്കാൻ വയ്യാത്ത അപമാനമാണ് തോന്നിയത്. സ്വയം മരിച്ചാൽ എന്തെന്ന് വരെ തോന്നി. തിരിച്ച് ഹസ്തിനപുരത്തിലേക്ക് പോകാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലാതെയായി. എന്നാൽ കർണനും മറ്റുള്ളവരുടെ നിർദ്ദേശമനുസരിച്ച് യുധിഷ്ഠിരനെ പ്രണമിച്ച് ദുര്യോധനാദികൾ ഹസ്തിനപുരത്തിലേക്ക് മടങ്ങുന്നു. പിന്നീട് കർണൻ, ശകുനി, ദുശാസനൻ ഇവരുടെ എല്ലാം നല്ല വാക്കുകൾ കേട്ട് ദുര്യോധനാദികൾക്ക് ഉന്മേഷം വീണ്ടും കിട്ടി. എന്നാൽ ഹസ്തിനപുരത്തിൽ ചെന്നപ്പോൾ ഭീഷ്മ പിതാമഹൻ ദുര്യോധനോട് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അത് കേൾക്കാൻ പോലും നിൽക്കാതെ ദുര്യോധനൻ കർണനോടൊപ്പം അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് അവര് എല്ലാരും കൂടി ആലോചിച്ചു. എല്ലാരും എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ, ശകുനി, കർണൻ. അപ്പൊ കർണൻ പറഞ്ഞു, ഞാനൊരു ദിഗ്വിജയം നടത്താം. ആ ദിഗ്വിജയത്തിന് ശേഷം അങ്ങേക്ക് ഹസ്തിനപുരിയിലെ യുവരാജാവായിട്ട് വാഴാം. അപ്പോ ദുര്യോധനൻ അതിന് സമ്മതിച്ചു. അങ്ങനെ കർണൻ ദിഗ്വിജയത്തിനായിട്ട് യാത്ര തുടങ്ങി. പാഞ്ചാല രാജാവ് മറ്റു പല സാമന്ത രാജാക്കന്മാരെയും എല്ലാരെയും വിജയിച്ച് കർണൻ തിരിച്ച് ഹസ്തിനപുരത്തിൽ മടങ്ങി വരുന്നു. ലാളിതനായി വന്ന കർണനെ ദുര്യോധനനും ദുശാസനനും എല്ലാം കൂടി ചേർന്ന് സന്തോഷത്തോടു കൂടി എതിരേറ്റു. അപ്പൊ അതിനുശേഷം ഒരു യാഗം നടത്താം എന്ന് അവര് തീരുമാനിക്കുന്നു. ഈ ദിഗ്വിജയം കഴിഞ്ഞു വന്നതല്ലേ, അപ്പോ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തൂ എന്ന് ദുര്യോധനനോട് കർണൻ പറഞ്ഞു. ദുര്യോധനനും പണ്ട് യുധിഷ്ഠിരൻ ഇതൊക്കെ രാജസൂയമൊക്കെ നടത്തി ധാരാളം ധനം സമ്പത്തെല്ലാം ലഭിക്കുന്നത് കണ്ടപ്പോഴേ ദുര്യോധനന് മോഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു യാഗം നടത്തണമെന്ന്. അദ്ദേഹം മഹർഷിമാരുമായിട്ട് കൂടിയാലോചിച്ചു. അപ്പോൾ മഹർഷിമാര് പറഞ്ഞത് ഒരിക്കലും രാജസൂയം നടത്താൻ കഴിയില്ല. കാരണം യുധിഷ്ഠിരനാണ് യുവരാജാവ്. അപ്പോ അതുകൊണ്ട് വൈഷ്ണവയജ്ഞം നടത്താം. ആ വൈഷ്ണവയജ്ഞം ആർക്ക് വേണമെങ്കിലും നടത്താം, രാജസൂയത്തിന് തുല്യവുമാണ്. അപ്പൊ അതനുസരിച്ച് ദുര്യോധനാദികൾ സമ്മതിച്ച് വൈഷ്ണവയജ്ഞം നടത്തി. ആ യജ്ഞത്തിൽ ദുര്യോധനന് യജ്ഞദീക്ഷ നൽകി. അതിനുശേഷം ധൃതരാഷ്ട്രർ, വിതുരർ, ഭീഷ്മ പിതാമഹൻ, ഗാന്ധാരി, ശകുനി, കർണൻ എല്ലാവരും സഭയിൽ ഒത്തുകൂടുന്നു. ആ സഭയിൽ ഒത്തുകൂടുമ്പോൾ പാണ്ഡവരെ ക്ഷണിക്കാനായി ദുര്യോധനൻ ദൂതനെ അയച്ചു. അങ്ങനെ പാണ്ഡവരോട് ചെന്ന് ദൂതൻ ഈ വിവരം പറഞ്ഞപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ 12 വർഷം വനവാസത്തിലാണ്. അപ്പൊ ആ വനവാസ സമയത്ത് എനിക്ക് അവിടെ വന്ന് ഈ യജ്ഞത്തിൽ പങ്കുകൊള്ളാൻ സാധിക്കില്ല. എന്നാൽ ഈ യജ്ഞം നടത്തുന്നതിന് എല്ലാവിധ മംഗളങ്ങളും ദുര്യോധനന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. നിങ്ങൾ ഈ വിവരം ചെന്ന് അവിടെ പറയണം എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഭീമസേനൻ പറഞ്ഞത്, ദുര്യോധനനോട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെന്ന് പറയണം. 13 വർഷം കഴിയുമ്പോൾ നടക്കുന്ന യുദ്ധയജ്ഞത്തിൽ ശസ്ത്രശാസ്ത്രങ്ങളേറ്റ് ഉണ്ടാകുന്ന അഗ്നിയിൽ നിന്നെ തന്നെ ഹോമിക്കും. ഈ വിവരം ദുര്യോധനനോട് ചെന്ന് പറയണം എന്ന് തന്നെ പറഞ്ഞയച്ചു. അത് ദുര്യോധനനോട് അങ്ങനെ തന്നെ ആ ദൂതൻ ചെന്ന് അറിയിക്കുകയും ചെയ്തു. പാണ്ഡവർ ദ്വൈതവനത്തിൽ താമസിച്ചിട്ട് ശുദ്ധജലവും ഭക്ഷണവും സുലഭമായി കിട്ടുന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് അവർ കാമ്യവനത്തിലെ ആശ്രമ പ്രദേശത്ത് എത്തി. ഒരിക്കൽ വേദവ്യാസൻ തൻ്റെ പൗത്രന്മാരെ കാണാനായിട്ട് അവിടെ വന്ന് അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് അവരെ ഫലവർഗങ്ങളും കായ്കനികളും തിന്ന് യജ്ഞങ്ങൾ ഹോമവും ഒക്കെ നടത്തി കഴിയുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. എങ്കിലും അദ്ദേഹം യുധിഷ്ഠിരനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ധർമ്മരാജാവേ, സുഖവും ദുഃഖവും ജീവിതത്തിൽ മാറി മാറി വരും. ഒരിക്കലും ദുഃഖം മാത്രമായിട്ട് വരികയില്ല,
സുഖം മാത്രമായിട്ടും വരികയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ നിങ്ങൾ ഈ പ്രയാസങ്ങൾ ഓർത്ത് ദുഃഖിക്കേണ്ട. അവസാനം നിങ്ങൾക്ക് തന്നെയാണ് വിജയം ഉണ്ടാവുക. കൗരവ വംശം നിങ്ങൾ തന്നെ ഭരിക്കും. അതുകൊണ്ട് അതിനകത്ത് യാതൊരു വിഷമവും വിചാരിക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന തപസ്സിൻ്റെയും അർപ്പണത്തിൻ്റെയും എല്ലാം ഭാഗ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. അപ്പോൾ യുധിഷ്ഠിരൻ അദ്ദേഹത്തോട് ചോദിച്ചു, മഹർഷി, ദാനവും തപസ്സും ഉള്ളതിൽ ഏതാണ് കൂടുതൽ ഫലദായകം? അപ്പൊ വ്യാസൻ പറഞ്ഞു, രാജാവേ, ദാനത്തെക്കാൾ ശ്രേഷ്ഠമായി ഈ ലോകത്ത് ഒന്നുമില്ല. എല്ലാ സമയത്ത് ശുദ്ധ മനസ്സോടെ സത്പാത്രത്തിൽ അർപ്പിക്കപ്പെടുന്ന ദാനം പരലോകത്തിൽ അനന്തമായ സത്ഫലങ്ങൾ ഉളവാക്കും. ഈ വിധത്തിൽ ഒരു മുദ്ഗലന മഹർഷിയുടെ ദാനം എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രഭൂതമായതാണ്. ആ കഥ ഞാൻ പറയാം. ഈ മുഗ്ധലന മഹർഷി കുരുക്ഷേത്രത്തിൽ വസിച്ചിരുന്ന ഒരു ധാർമ്മികനായ സത്യനിഷ്ഠനായ ഒരാളായിരുന്നു. അദ്ദേഹം ആരെയും നിന്ദിച്ചിരുന്നില്ല. കർമ്മനിഷ്ഠനായിരുന്ന ആ താപസൻ അതിഥി പൂജ ഒരു വ്രതമായി തന്നെ കൊണ്ടു നടന്നു. കാല പെറുക്കിയായിരുന്നു ഉപജീവന മാർഗം നടത്തിയിരുന്നത്. 15 ദിവസം കൊണ്ട് ഒരു ദ്രോണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പറ നെല്ല് ശേഖരിക്കുമായിരുന്നു. ഓരോ പൗർണമിക്കും അമാവാസിക്കും അദ്ദേഹം യാഗം നടത്തി വന്നു. ആ യാഗാജ്ഞത്തിൽ ദേവന്മാർക്കും അതിഥികൾക്കും നൽകിയതിനു ശേഷം ബാക്കി വരുന്ന യാഗാംശം അദ്ദേഹവും ഭാര്യയും മകനും ഭക്ഷിച്ചിരുന്നു. ദേവേന്ദ്രൻ ഉൾപ്പെടെ ഈ യാഗാംശം വാങ്ങി കഴിക്കാൻ എത്തുമായിരുന്നു. അങ്ങനെ അത് കഴിയുമ്പോൾ വീണ്ടും ഇവര് കാല പിറക്കാൻ പോകും. അങ്ങനെ പിറക്കാൻ പോകുമ്പോൾ 15 ദിവസം കൊണ്ട് ഒരു ദ്രോണം എന്നാണ് അന്ന് പറയുന്നത്, ഒരു ദ്രോണം നെല്ല് കിട്ടും. അപ്പൊ അത് വെച്ച് അടുത്ത പൗർണമിക്കും ഇതേപോലെ, പൗർണമിക്കും അമാവാസിക്കും ഇതുപോലെ അദ്ദേഹം യാഗം നടത്തി യാഗാംശം അതിഥികൾക്കും ദേവന്മാർക്കും എല്ലാം കൊടുത്ത് മിച്ചമുള്ളത് ആ മഹർഷിയും ഭാര്യയും മകനും ഭക്ഷിക്കുമായിരുന്നു. അപ്പൊ ആ 15 ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പൊ അവരുടെ ഈ അതിഥി പൂജ ഒരുപാട് പേര് അദ്ദേഹത്തിൽ നിന്ന് ഈ യാഗാംശം വാങ്ങി ഭക്ഷിക്കുമായിരുന്നു. അപ്പൊ ഈ അതിഥി പൂജയെ കുറിച്ച് അറിഞ്ഞ ദുർവാസാവ് മഹർഷി ഒരു ദിവസം ഈ മുഗ്ധലന്റെ പർണശാലയിലെത്തി. അന്ന് ഒരു പൗർണമി ദിവസമായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെയാണ് വന്നത്. വന്നിട്ട് പറഞ്ഞു, മഹർഷി, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവന്മാർക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കിട്ടിയ യജ്ഞാംശമാണ്. അദ്ദേഹം അത് ഈ മഹർഷിക്ക് വിളമ്പിക്കൊടുത്തു. ഈ ദുർവാസാവ് മഹർഷി പിന്നെയും ആവശ്യപ്പെട്ടു. അപ്പൊ ഉണ്ടായിരുന്നത് മുഴുവനും വിളമ്പിക്കൊടുത്തു. അവസാനം ശകലം ബാക്കി വന്നതിനെ എടുത്ത് വയറ്റത്തൊക്കെ തന്നെത്താനെ അങ്ങ് തേച്ചു. കാരണം ഭ്രാന്തനെ പോലെയാണല്ലോ അഭിനയിച്ചത്. എന്നിട്ട് മഹർഷി അങ്ങ് പോയി. ഇത് എല്ലാ പൗർണമിക്കും എല്ലാ അമാവാസിക്കും ദുർവാസാവ് മഹർഷി ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ 15 ദിവസത്തിൽ ഒരിക്കൽ ഭക്ഷണം കഴിച്ചിരുന്ന ആ മഹർഷിയും മകനും ഭാര്യയും ആഹാരം കഴിക്കാതെ കഴിഞ്ഞു പോന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സന്തുഷ്ടനായ ദുർവാസാവ് പറഞ്ഞു, മഹർഷി, ഈ ലോകത്ത് നിങ്ങളെപ്പോലെ ദാനശീലനായി മറ്റാരുമില്ല. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ആ സമയത്ത് ഒരു ദേവദൂതൻ അവിടെ എത്തിയിട്ട് മുഗ്ധലനോട് പറഞ്ഞു, വരൂ, അങ്ങേ നേരിട്ട് ദേവലോകത്തേക്ക് കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. ദേവലോകത്തെ സുഖ ദുഃഖങ്ങളിൽ അങ്ങയ്ക്ക് പങ്കെടുക്കാം, അതുകൊണ്ട് അങ്ങ് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ ദേവലോകത്തെ പറ്റിയും സത്യലോകത്തെ പറ്റിയും വിഷ്ണുലോകത്തെ പറ്റിയും എല്ലാം അറിയാമായിരുന്നിട്ട് കൂടി മുനി വീണ്ടും ആ ദേവദൂതനോട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ മുനിയോട് വിശദമായി ദേവദൂതൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്കിലും മുനി പറഞ്ഞു, ശോകവും ദുഃഖവും ഇല്ലാത്ത ഒരിടത്താണ് എനിക്ക് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ആയാൽ സ്വർഗത്തിലേക്ക് വരാൻ എനിക്ക്
കഴിയില്ല. എന്നാൽ ഞാൻ ഇവിടെ തന്നെ നിലനിന്ന് കൊള്ളാം എന്ന് മുനി പറഞ്ഞു. മുഗ്ധലന്റെ കഥ പറഞ്ഞിട്ട് വ്യാസമഹർഷി പറഞ്ഞു, അതുകൊണ്ട് യുധിഷ്ഠിര, നീ ഒരിക്കലും ദുഃഖിക്കരുത്. നിന്റെ രാജ്യമെല്ലാം നിനക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ആ ചിന്താഭാരമൊക്കെ വെടിഞ്ഞിട്ട് സന്തുഷ്ടരായി കഴിയുക. അടുത്ത ഭാഗം അടുത്ത ദിവസം. നമസ്കാരം.